ഒന്നാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും ആരംഭിച്ചു. ഒന്നാം ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചത് മാത്രമല്ല, കുട്ടിക്ക് എൻട്രൻസ് പരീക്ഷയും കൂടിയുണ്ട്. അത് കേരളത്തിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ബാലപീഡനമാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രക്ഷകർത്താവിനൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ അമ്മ ഈ പഠിപ്പാണ് ഇൻ്റർവ്യൂവിന് മറുപടി പറയുന്നതിന് വേണ്ടി. അതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കഴിയില്ല. ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം ക്ലാസ്സിൽ അക്കാഡമിക്കായിട്ടുള്ള ഒരു കാര്യവും പഠിപ്പിക്കേണ്ട എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പാഠപുസ്തകവും വേണ്ട, എൻട്രൻസ് പരീക്ഷയും വേണ്ട. അവൻ ഹാപ്പിയായിട്ട് സന്തോഷത്തോടുകൂടി സ്കൂളിൽ വരട്ടെ, അവൻ പ്രകൃതി മനസ്സിലാക്കട്ടെ, അവൻ ഭരണഘടനയുടെ കാര്യങ്ങൾ മനസ്സിലാവട്ടെ, ഒരു പൗരനെന്നുള്ള നിലയിൽ വളർന്നു വരുമ്പോൾ ശീലിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാവട്ടെ. അതെല്ലാം മനസ്സിൽ കയറുന്ന സമയം ഈ ഒന്നാം ക്ലാസ്സൊക്കെയാണ്. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഒന്നാം ക്ലാസ്സിൽ ഒരു സിലബസും ഇല്ല. എന്ന് മാത്രമല്ല, ഒരു സ്കൂളിൽ ഒന്നാം ക്ലാസ് ചേരുന്നതിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്താൽ അവൻ അപേക്ഷ നിഷേധിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്, ബാലാവകാശ നിയമങ്ങൾക്ക് എതിരാണ്. മറ്റൊന്ന്, ഗവൺമെൻറ് സ്കൂളായിരുന്നാലും സ്വകാര്യ സ്കൂളായിരുന്നാലും PTA ഫീസ് വാങ്ങുന്നത്, നിങ്ങൾ ചില PTAയുടെ ഭാരവാഹികളെ കൊണ്ടുണ്ടാവും, കുറച്ച് കൂടുതലാണ്. ഓരോ ക്ലാസ്സിനും 100 രൂപ, 50 രൂപ, 25 രൂപ വെച്ച് വാങ്ങാൻ പാടുള്ളൂ ഓരോ ക്ലാസ്സിനും. ഇവിടെ 2500, 3000, 4000, 5000 രൂപ വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നുള്ള കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കർശന നടപടി അത്തരം സ്കൂളുകൾക്കെതിരെ എടുക്കും. അത്തരം PTA ആയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി അനുവദിക്കുന്ന പ്രശ്നമില്ല. വളരെ കർശനമായ നിലപാട് അക്കാര്യത്തിൽ സ്വീകരിക്കുന്നതാണ്. അതുപോലെ അംഗീകാരമില്ലാത്ത സ്കൂളുകൾ, പ്രാരംഭമായിട്ടിവിടെ ഒരു പഠനം നടത്തിയ അവസരത്തിൽ 872 സ്കൂളുകൾ അങ്ങനെയുണ്ട്. നിയമം അനുസരിച്ച് NOC കൊടുക്കണം ഗവൺമെൻറ്, വിദ്യാഭ്യാസ വകുപ്പ്, ഏത് കോഴ്സായിരുന്നാലും. അപ്പം ഇത് ഒരു സ്വന്തമായിട്ടൊരു കെട്ടിടം കൊണ്ട് വാടകയ്ക്കെടുക്കുക, ഒരു ബോർഡ് എഴുതി വയ്ക്കുക, പാവപ്പെട്ട കുറച്ച് ടീച്ചർമാർക്ക് ശമ്പളവും കൊടുക്കാതെ അവരവിടെ നിയമിക്കുക, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കില്ല, എന്നിട്ട് അവർ തന്നെ സിലബസ് ചെയ്യും, അവർ തന്നെ പരീക്ഷ നടത്തും, അവർ തന്നെ റിസൾട്ട് പ്രഖ്യാപിക്കും, എല്ലാം അവരാണ്. അത് കേരളത്തിൽ നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം രക്ഷകർത്താക്കളാണ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ സൂചിപ്പിച്ചത്. നിങ്ങൾക്ക് പലർക്കും മോൻ 1ാം ക്ലാസ്സിൽ പോയാൽ ഉടനെ അവൻ ഇംഗ്ലീഷിലേ സംസാരിക്കാറുള്ളൂ, അവൻ പഠിച്ചില്ലേ പിന്നെ നിങ്ങൾക്ക് അത് ശരിയാവില്ല. അവൻ 10 വയസ്സൊക്കെ ആകുമ്പോൾ ഇംഗ്ലീഷ് പഠിച്ചോളും. 1ാം ക്ലാസ്സിൽ ഈ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ വീട്ടിൽ വന്ന് ഈ അമ്മമാർ പഠിപ്പിച്ച് അവർ രണ്ടുപേരും നടന്ന് വീഴുകയാണ്. ആ ഒരു സാഹചര്യം നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കുന്നതിന് വേണ്ടി കഴിയില്ല. മറ്റൊരു കാര്യം, സബ്ജക്റ്റ് മിനിമമാണ്. എല്ലാ വിഷയത്തിനും മിനിമം മാർക്ക് വാങ്ങണം. ഓൾ പ്രൊമോഷൻ അത് പറ്റില്ല എന്ന് വിചാരിച്ചാൽ ഒരു കുട്ടിയും തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ സബ്ജക്റ്റ് മിനിമം എന്ന് പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും 35-30 മാർക്ക് വാങ്ങണം. ഇവിടെ എന്താ സ്ഥിതി? SLC പരീക്ഷ ഓരോ വിഷയത്തിന് 20 മാർക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിന് അധ്യാപകന് കൊടുക്കാൻ വേണ്ടി പറ്റും. 100 മാർക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ ഒരു അധ്യാപകൻ 20 മാർക്ക് കണ്ണടച്ചോണം കൊടുക്കുകയാണ്.